ഇനി എല്ലാവരും കാകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ അളിയൻസ് കിറ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. അളിയൻസ് ടീം. പെൺപുലിയുടെ വാർഷികമല്ലേ? ആരുടെ ഉദ്ഘാടനം ചെയ്യുന്നത്? അതിപ്പോ ഇത്ര ചോദിക്കാൻ എന്താ ഉള്ളത്? മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം നേരിട്ട് വാങ്ങിയിട്ടുള്ള നമ്മുടെ കനകൻ ഇവിടെ ഉള്ളപ്പോ വേറെ ആളെ അന്വേഷിക്കണ എന്തിനാ? കനകനെ ഉദ്ഘാടനം ചെയ്യണേ. അമ്മേ, ഞങ്ങളുടെ പെൺപുലിയുടെ വാർഷികത്തിന്റെ കാര്യം അറിഞ്ഞല്ല. കനകനല്ലേ ഉദ്ഘാടനം ചെയ്യുന്നത്? ആര്? കനകായി. പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ രാവണനായ എന്റെ ക്ലീറ്റോ ചേട്ടനുള്ളപ്പോ വേറെ ആരാ ഉദ്ഘാടനം ചെയ്യേണ്ടത്? എന്റെ ക്ലീറ്റോ ചേട്ടനാ ചെയ്യുന്നത്. തന്നെ? എന്റെ ദൈവമേ, പെൺപുലിയുടെ വാർഷികം ഇനി എന്താവുന്നോ എന്തോ. ഹലോ ഹലോ, നിങ്ങളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന പെൺപുലി വനിതാ സ്വയം സഹായ സംഘം വാർഷികത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചേച്ചി എല്ലാം വായിച്ചു പഠിച്ചിട്ടുണ്ടല്ലോ. കയ്യും കാലും വിറച്ചിട്ട് എനിക്ക് നിക്കാൻ പറ്റുന്നില്ല. ദൈവം എന്നാ ഷുഗർ വല്ലതും കുറഞ്ഞതായിരിക്കും. പോയി ടെസ്റ്റ് ചെയ്യണേ. ഒന്ന് പോയി ചേച്ചി ഇവിടുന്ന്. അതുകൊണ്ടല്ല, ഈ പെണ്ണുപുള്ളിയുടെ വാർഷികം. പെൺപുലി വാർഷികം തെറ്റിപ്പോയതാ. അത് തീരുന്ന വരെയുള്ള വെപ്രാളമാ എനിക്ക്. നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? ശാഖ ഇവിടെ നിക്കുവല്ലേ, ശിഖര അതൊന്ന് കേട്ടാ മതി. ശിഖരങ്ങാനും ഒടിഞ്ഞു വീണാലോ? ആണ്ടേടി, എന്താ അതാരാ നോക്കി? ആര്? ഓ മൈ ഗോഡിന്റെ ആൾക്കാര്. എടി, നമുക്ക് ഇവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാലോ? കനകനോട് വേണ്ടാന്ന് പറയാം. ഒന്ന് പോയേച്ചി അവിടുന്ന്. നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്നവരാ. ഇനി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരാന്ന് പറഞ്ഞ് നമ്മളെ കൂടെ പറ്റിക്കും. ദേ ചേച്ചി, അപ്പുറത്ത് ആരാ ഇരിക്കുന്നേന്ന് നോക്കിയേ. ആര്? വാവാ സുരേഷ്. അയ്യോ ചേട്ടാ, ഹായ്. നമുക്ക് വാവാ സുരേഷിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചാലോ? പിന്നെ വാവാ സുരേഷ്, ആ ചേട്ടൻ 10 പാമ്പിനെ കൊണ്ട് എപ്പോഴും നടക്കുള്ളൂ. എനിക്ക് പേടിയാ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരും നിനക്ക്. അതുപോലെ നിനക്കൊന്ന് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെയ്യാം. പക്ഷെ സ്റ്റേജ് ആണ്, അധികം എന്നെ ഭരിക്കാൻ നിൽക്കരുത്. അറിയാലോ എന്റെ സ്വഭാവം. ആദ്യമായി പെൺപുലി വനിതാ സ്വയം സഹായ സംഘത്തിലെ എല്ലാ മെമ്പേഴ്സിനും എന്റെ ഹൃദയംഗമമായ സ്വാഗതം. നമ്മുടെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന പ്രമുഖരെ നമുക്കിപ്പോൾ സ്വാഗതം ചെയ്യാം. കേരള രാഷ്ട്രീയത്തിലെ 10 തലയുള്ള രാവണൻ, DDT പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, ഞങ്ങളുടെ സ്വന്തം ക്ലീറ്റസ് മത്തായിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത മുഖ്യ അതിഥിയെ ക്ഷണിക്കാം. ഞാനല്ലാതെ വേറെ ഏതതിഥി? അത് വേറെ ആരുമല്ല, വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും നേരിട്ട് നേടിയ നമ്മുടെ സ്വന്തം CPO കനകൻ. എന്റെ പൊന്നാങ്ങള, ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നിങ്ങൾ ഏവരും കാത്തിരുന്ന മറ്റൊരു വിശിഷ്ട വ്യക്തിത്വത്തെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ക്ഷണിക്കുകയാണ്. പെൺപുലി വനിതാ സ്വയം സഹായ സംഘത്തിലെ ധീര വനിത ശാഖ ശിഖരങ്ങളെ അനുനയിപ്പിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളുടെ സ്വന്തം തങ്കം. ഓഹോ, ഞാൻ അറിയാതെ കുറെ എഴുതി കേറ്റിയല്ലേ. സോറി. തങ്കത്തിന് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മൈക്ക് സെറ്റ് ചെയ്യട്ടാ. മ്യൂസിക് ഞാൻ വരുവാണ്. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പെൺപുലികളെ. അയ്യോ, എന്താ അത്? പെൺപുലിയുടെ സൗണ്ട് എഫക്റ്റാ. അപ്പോൾ ആദ്യമായി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന തുടങ്ങാൻ പോവുകയാണെന്ന്. തുടങ്ങി കഴിയുമ്പോൾ അറിയാം, ഇവിടെ ഇരിക്കണം എല്ലാവരും പെടും. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിലേക്കായി നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ഈ പെൺപുലി സ്വയം സഹായ സംഘത്തിന്റെ ശാഖയുമായ തങ്കം. അപ്പൊ ഞാനോ? കൂടെ കോറസ് പാടാനായിട്ട് ലില്ലിയും. അമ്മായി വാ.
കുടുംബത്തിൽ വിളക്കായ സ്ത്രീയാണ് ഞങ്ങൾ. തോൽക്കാനായി മാത്രം നിന്ന് തരില്ല. ഭർത്താക്കന്മാരിനി ഭരിക്കാൻ വരണ്ട. അതിനായി ഞങ്ങൾ നിന്നും തരില്ല. കുടുംബത്തിൽ പിറന്നൊരു സ്ത്രീയാണു ഞങ്ങൾ. ഇനിയുള്ള കാലം പെൺപുലികൾ ഞങ്ങൾ. പെൺപുലികൾ ഞങ്ങൾ. പെൺപുലികൾ ഞങ്ങൾ. അടുത്തതായി പെൺപുലിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനും ഞങ്ങൾക്ക് ഒരാശംസ അറിയിക്കാനും വേണ്ടി ബഹുമാന്യനായ നമ്മുടെ സ്വന്തം CPO ശ്രീ കനകൻ സാറിനെ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പെൺപുലിയിലെ എല്ലാ പുലിക്കുട്ടികൾക്കും എന്റെ എല്ലാവിധ ആശംസകളും. ഓ തുടങ്ങി കള്ളത്തുണ്ട. പെൺപുലികളെ, നിങ്ങളോട് എനിക്കൊരു ചോദ്യം. നിങ്ങൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരാണോ? ആണ്. എടാ ഇത് ആണുങ്ങളെ പരിപാടിയല്ലേ, പെണ്ണുങ്ങളെ പരിപാടിയാണ്. അതല്ല പറഞ്ഞത്. ഇപ്പൊ പെണ്ണുങ്ങളെ പരിപാടിയല്ലേ? അല്ലടാ, പെൺപുലികളെ, നിങ്ങൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല. നിങ്ങൾ സമൂഹത്തിലും കുടുംബത്തിലും ഒരു നിലയും വിലയും ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രോജക്റ്റ് മുന്നും പിന്നും നോക്കണ്ട, ആരെയും ഭയക്കണ്ട, സധൈര്യം മുന്നോട്ട് പോകുക. ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും നിങ്ങളോടൊപ്പമുണ്ട്. ഇവന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും DGP ആണെന്ന്. കോൺസ്റ്റബിള്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മൈക്ക് തിന്നാൻ വേണ്ടി ചില മൈക്ക് തീനികൾ വന്നിരിപ്പുണ്ട്. അവർക്ക് വേണ്ടി തൽക്കാലം ഞാൻ വഴിമാറും. നമ്മൾ കുറെ മൈക്ക് തിന്നിട്ടുള്ള എന്നടേ, അല്ല കണ്ടിട്ടുള്ള എന്നടേ. എന്നിട്ട് നിന്റെ ആക്രാന്തം തീരുന്നില്ലടാ. അടുത്തതായി DDTയുടെ സംസ്ഥാന നേതാവായ ക്ലീറ്റസ് മത്തായിയെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. പെൺപുലിയിലെ പ്രിയമുള്ള പെങ്ങന്മാരെ, ഇന്ന് ഈ സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. യവൻ ആര് വിളിച്ച്? യവൻ വലിഞ്ഞേറി വന്നത്. പാർട്ടി സംബന്ധമായി 100ഓളം തിരക്കുകൾക്കിടയിലും ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. നിർഭാഗ്യം. ഒന്ന് ചുമ്മാതിരിയേട്ടാ. പെൺപുലിയിലെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു, ഏത് പാതിരാത്രി എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം. ഇതുവരെ ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ അതും വരുത്തി വയ്ക്കും. അച്ചമ്പി ഉദ്ദേശിച്ചത് അതല്ല. എടാ, അവന്റെ ഉദ്ദേശം നല്ലതായിരിക്കും, പക്ഷെ കറങ്ങി തിരിച്ചു വരുമ്പോഴേ ആണുങ്ങൾക്ക് പേരുദോഷം. പ്രിയമുള്ള സഹോദരിമാരെ, സംഘടനാ പ്രവർത്തനവുമായി നിങ്ങൾ ധൈര്യമായിട്ട് മുന്നേറൂ. പെൺപുലിയിലെ ഒരു പെൺപുലിയായി ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നീ ആ പാർട്ടി വിടുന്നതിനാണ് നല്ലത്. ഇതാകുമ്പോൾ അച്ചപ്പോ മുറുകോ ഉണ്ണിയപ്പോ ഉണ്ടാക്കി കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോകും. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത്രയും പറഞ്ഞ പോരാ എനക്ക്. പെൺപുലി എന്ന ഈ സംഘടനയോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. നീ എവരൊന്നും കടം പഠിച്ചാടാ? കടം വാങ്ങിച്ച കാര്യം അല്ലടാ, പിന്നെ വോട്ട് ചെയ്തത് വോട്ട്. ഓ, കള്ളവോട്ട്. ലോകത്ത് ആദ്യമായിട്ടാ കള്ളവോട്ട് പഠിച്ച് ജയിച്ച പാർട്ടിക്കാർ പരസ്യമായിട്ട് നന്ദി പറയുന്നത്. കള്ള വോട്ട് അല്ലടാ, നല്ല വോട്ട് തന്നെ. ഈ സംഘടനയെക്കുറിച്ചും സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഞാനും എന്റെ ഭാര്യ തങ്കവും എല്ലാ ദിവസവും രാത്രി ചർച്ച ചെയ്യാറുണ്ട്. അതിന്റെ ഒച്ചപ്പാടും ബഹളം ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് കേൾക്കാറുണ്ട്. മറ്റുള്ളവരുടെ സ്വകാര്യതകൾ ഒളിഞ്ഞു കേൾക്കുന്നതേ അത്ര നല്ല സ്വഭാവമല്ല കേട്ടോ നിയമപാലക. അതിന് ആര് വർത്താനം കേൾക്കുന്നു? കംപ്ലീറ്റ് ഇടിയും തൊഴിയല്ലേ, കൂട്ടത്തിൽ നിന്ന് നിലവിളി. സ്നേഹമുള്ള കുടുംബത്തിൽ ഇടയ്ക്ക് ഇടിയും തൊഴിയൊക്കെ സാധാരണയാണ്. പെൺപുലിയിലെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി വൈകിക്കാതെ നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. അല്ല, അതങ്ങനെ ശരിയാവും? അതങ്ങനെയല്ലേ ശരിയാവുള്ളൂ. പിന്നെന്ത്? നീ എന്ത് കുഴപ്പം? നീ എന്തിനാ പറഞ്ഞത്? ഞാൻ ഉദ്ഘാടനം ചെയ്യാം. അയ്യോ, ഒന്ന് നിർത്ത് രണ്ടുപേരും. ഉദ്ഘാടനം ചെയ്യാനുള്ള സമയം ആയിട്ടില്ല. ക്ലീറ്റോ ഒന്ന് ചുമ്മാ ഇരുന്ന് ക്ലീറ്റോ. ഇത് നിങ്ങളുടെ DDT പാർട്ടിയുടെ പരിപാടിയല്ല കേട്ടോ. എന്തൊരു ബഹളത്. ആദ്യം പ്രോജക്റ്റ് അവതരണം, എന്നിട്ടേ ഉള്ളൂ ഉദ്ഘാടനം. അയ്യോ ശരിയാണല്ലോ, ഞാനത് മറന്നുപോയി. പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നതിനായി പെൺപുലി സംഘടനയുടെ ശാഖയായ തങ്കത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ വലിയ മതിപ്പും അഭിമാനവും ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും വലിയ സംഘടന ഈ പെൺപുലിയുടെ ഏറ്റവും മുകളിലുള്ള ശാഖയായിട്ട് വാഴാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പലർക്കും എന്റെ ഈ സ്ഥാനം തട്ടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും മോളിൽ ഈശ്വരൻ ഉള്ളതുകൊണ്ടും പിന്നെ എന്റെ ബുദ്ധിഭ്രമം കൊണ്ടും അതുകൊണ്ടും അതിനുള്ള ഒരു അവസരം ഞാൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ. വീട്ടിലിരിക്കുന്ന സ്ത്രീകളായ നമുക്ക് ഒരു വരുമാനമുണ്ടോ? ഉണ്ട്. അതെന്താണെന്ന് കണ്ടെത്തുന്നതാണ് നമ്മുടെ ഈ പ്രോജക്റ്റ്.
ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും വീടുകളിൽ രാവിലെ ഒരു ചായ ഇട്ട് നമ്മുടെ ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കും കൊടുക്കും. ആ ചായ കുടിച്ചതിന് ശേഷം നമ്മുടെ തലവട്ടം എവിടെയെല്ലാം കാണുന്നു ഇവര് നമ്മളോട് ഡി ഒരു ചായ, ഡി ഒരു ചായ, ഡി ഒരു ചായ നമുക്ക് കൊടുക്കാം. കടയിൽ ഒരു ചായക്ക് 12 രൂപ കൊടുക്കണം. നമുക്ക് അതിൽ നിന്ന് 8 രൂപ വാങ്ങിച്ചൂടെ? അങ്ങനെ ദിവസം 4 ചായ ഇവർ എക്സ്ട്രാ കുടിച്ച 32 രൂപ നമ്മുടെ കയ്യിലിരിക്കും സുഹൃത്തുക്കളെ. അടുത്തതായി നമ്മുടെ വീട്ടിലെ തുണി, അത് നമ്മൾ കഴുകി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ തുണി കഞ്ഞി മുക്കി ഉണക്കി ഇസ്തിരിയിട്ട് മടക്കി അലമാരി വെക്കുന്നതിന് ഒരു തുണിക്ക് 5 രൂപയെങ്കിലും വെച്ച് നമുക്ക് കിട്ടണ്ടേ? അങ്ങനെ ഒരു 4 ഷർട്ട് ആവുമ്പം എത്ര രൂപയായി? 20 രൂപ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ സന്ധ്യയാകുമ്പോ ഒന്ന് കുളിച്ച് സീരിയലൊക്കെ കണ്ടോണ്ടിരുന്ന് തുടങ്ങുമ്പോ എവിടെന്നെങ്കിലും വയറും പൊട്ടിയ കുറച്ച് ആളെ മേടിച്ചോണ്ട് വരും. ഇത് വെട്ടിക്കഴുകി നമ്മൾ തന്നെ വൃത്തിയാക്കണ്ടേ? ഇത് നമ്മൾ തന്നെ കറി വെക്കണ്ടേ? അപ്പോ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന ഒരു കറിക്ക് ഒരു പ്ലേറ്റിന് 50 രൂപ വെച്ച് മേടിക്കുന്നതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ദോഷം പറയുവോ? പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഭർത്താക്കന്മാരെല്ലാം വൈകിട്ടാകുമ്പോ ഇച്ചിരി വാട്ടീസ് അടിക്കുന്നവരാണേ. അവരൊരു കുപ്പിയും പൊട്ടിച്ച് അവിടെ വന്നിരിക്കുമ്പോ നമ്മൾ സന്തോഷത്തോടെ 2 മുട്ട പൊരിച്ചതോ 2 ഉണക്കമീൻ വറുത്തതോ ഇച്ചിരി അച്ചാറും ഒക്കെ കൊടുക്കും. അപ്പൊ അവര് ഹാപ്പി ആവുകയും ചെയ്യും. ടച്ചിങ്സിന് ഒരു 50 രൂപ നമുക്ക് ഒപ്പിക്കാനും പറ്റും. ഇങ്ങനെ പല വഴിയിലൂടെ നമുക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 250 ഒപ്പിക്കാം. അത് ആഴ്ചയിലായപ്പോഴോ 250 × 7 1750. മാസത്തിലാവുമ്പോ 16,000 രൂപ വരും. ഈ പൈസ കൊണ്ട് ആർക്കാണ് ഗുണം? നമ്മുടെ ഭർത്താക്കന്മാർക്ക്. എങ്ങനെ? അതാണ് അതിന്റെ ഹൈലൈറ്റ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭർത്താക്കന്മാർക്ക് നമ്മൾ ആ പൈസ കടമായിട്ടങ്ങ് കൊടുക്കും. കൊടുത്താ മാത്രം പോരാ, മുതലും പലിശയും കൃത്യമായിട്ട് നമ്മൾ തിരിച്ചു വാങ്ങണം. വീണ്ടും അവർക്ക് ആവശ്യം വരും. അപ്പൊ നമ്മൾ വീണ്ടും കൊടുക്കുന്നു, വീണ്ടും വാങ്ങുന്നു, കൊടുക്കുന്നു, വാങ്ങുന്നു, കൊടുക്കുന്നു, വാങ്ങുന്നു. അങ്ങനെ കൊടുത്തും വാങ്ങിയും നമ്മൾ നമ്മുടെ വീട്ടിൽ വളർന്ന് പന്തലിക്കും. നമ്മുടെ കീഴിലായിരിക്കും പിന്നീട് ഭർത്താക്കന്മാരുടെ ജീവിതം. പിന്നെ ഇത് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും, അവിടെ പാസ്സാകും. പിന്നെ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും, അവിടെയും പാസ്സാകും. പിന്നെ ഇത് രാജ്യം മൊത്തം അങ്ങ് വ്യാപിക്കും. അങ്ങനെ നമ്മുടെ പെൺപുലി വൻപുലിയായി അങ്ങ് മാറും. അപ്പോ ഈ പ്രൊജക്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിക്ക. ഒരു മനുഷ്യനും കൈയടിക്കൂല. നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? വിവരക്കേട് അല്ല എന്ത് പറയാനാ? നിങ്ങളുടെ മണ്ടത്തരത്തിന് കൂട്ടുന്നല്ലേ എന്റെ ജോലി വരെ പോവും. ഡിപ്പാർട്ട്മെന്റിന് പോലും നടക്കട. പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്ത പൈസ തിരിച്ചടക്കി അവിടെ നിവർത്തിയില്ല. അപ്പോഴാണ് നിനക്ക് ഞാൻ ദിവസം 50 രൂപ തരാൻ പോണം. എന്റെ ക്ലീറ്റോ ചേട്ടൻ, ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെ അല്ല. നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാലും ശരി തന്നെ ഇതിന് കൂട്ടിയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ സംഘടനയ്ക്ക് സഹായ സംഘം എന്നല്ല, പിടിച്ചുപറി സംഘം എന്ന പേരിടേണ്ടത്. ആകെപ്പാടെ ഇച്ചിരി സമാധാനം കിട്ടുന്നത് വീട്ടിൽ ഇരിക്കുമ്പോഴാണ്. ഇപ്പൊ വീട്ടിലും പിടിച്ചുപറിക്കാരായ പിന്നെ ഞങ്ങൾ എവിടെ പോയിരിക്കും? ഡൽഹിയിൽ മോളെ തങ്കം, നിങ്ങളുടെ ഈ പ്രോജക്റ്റിന് കൂട്ടിക്ക് എന്നെ കിട്ടില്ല. പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഉദ്ഘാടനം വേണമെങ്കിൽ ചെയ്യാം. ഞാൻ വന്നതിന് നീ ആശംസ പറയാൻ വന്നത്? ആര് പറഞ്ഞു? എന്നെ ഉദ്ഘാടനം ചെയ്യാൻ അങ്ങോട്ട് വിളിച്ചത്. ഒരു പരിപാടിക്ക് എങ്ങനെയാണ് 2 ഉദ്ഘാടകൻ വരുന്നത്? പിന്നെ നീ പോ. ആര് പറഞ്ഞു? ഞാനാണ് ഉദ്ഘാടനം ചെയ്യണത്. ഞാൻ ഉദ്ഘാടകൻ. ആര് പറഞ്ഞു? ആരും പറയണ്ട. തങ്കം പറഞ്ഞല്ലോ. എന്റെ അടുത്ത് ലില്ലി പറഞ്ഞല്ലോ. എന്റെ അടുത്ത് തങ്കം പറഞ്ഞു. എന്നാൽ ലില്ലി നീ പറയണേ. എന്നെ വിളിച്ച തങ്കമാണ്. തങ്കമാണ് ശാഖ. ശാഖ അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാവില്ലല്ലോ. ശിഖരം കൂടെ ചേർന്ന് തന്നെയാണ് ശാഖ ഉണ്ടാവുന്നത്. ഇങ്ങനെ ശാഖ മുറിച്ചു കളയും. ശാഖ മുറിച്ച് കഴിയുമ്പോൾ ശിഖരത്തിന് മൂടോടെ നീ വാടാ. ക്ലീറ്റോ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. കനകനാണ് ചെയ്യേണ്ടത്. പിന്നെ അതൊക്കെ ചേച്ചി ഒറ്റക്ക് തീരുമാനിച്ചാൽ മതിയാ. എന്റെ ക്ലീറ്റോ ചേട്ടനാ ചെയ്യേണ്ടത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ എനിക്ക് തീരുമാനിക്കാനുള്ള അർഹതയില്ലേ? പൊക്കോണം. നിനക്ക് ഇവിടെ നിക്കാൻ കൂടിയുള്ള അർഹതയില്ല. ആഹാ, കൊള്ളാലോ ചേച്ചി. എന്താ അയ്യോ എവിടൊക്കെ കേക്കാത്? നിങ്ങൾ ഇവിടെ സംസാരിക്കണ കവല വരെ കേക്കാത്. പെൺപുലികള്, അതിന് പറ്റിയ 2 കോന്തമാരും. ഇത് വീട് വിട്ടിട്ട് ഇപ്പൊ പൊതുസ്ഥലത്ത് പോയോ? അമ്മാവ ഞാൻ പറയാം. അമ്മാവ നിർത്തണി. ഇതെന്താ ചന്തയല്ല, ചന്തയെന്ന് വന്നവര്. എന്താ നിങ്ങളുടെ പ്രശ്നം? വേറെ ഒന്നുമല്ല അമ്മാവ. അമ്മാവൻ തന്നെ പറ, ക്ലീറ്റോയ്ക്കാണോ കനകനാണോ ഉദ്ഘാടനം ചെയ്യാനുള്ള യോഗ്യത? അങ്ങനെ ചോദിച്ചാ യോഗ്യത വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിലെ 2 പേർക്കും യോഗ്യത ഇല്ല. നീ എവിടെ നിലടർക്ക? അമ്മാവനിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ആരെങ്കിലും ഒരാളെ ഉദ്ഘാടനം ചെയ്തേ പറ്റുള്ളൂ. അതിനാണ് ഞാനിവിടെ ഉള്ളത്. പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? അതെനിക്കറിയില്ല. ഉദ്ഘാടനം നടത്തണം, അത്രയല്ലേ ഉള്ളൂ. 2 പേരും കൂടി അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യേ. അത് അമ്മാവൻ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ശരിയാവൂല. കനകൻ ചെയ്താ മതി. ഇല്ല, എന്റെ ക്ലീറ്റോ ചേട്ടൻ ചെയ്താ മതി. കനകനെ യോഗ്യത ഉള്ളൂ. ക്ലീറ്റോന് എന്ത് യോഗ്യത? എന്റെ യോഗ്യത നിനക്കെങ്ങനെ അറിയാടി? പൊക്കോ, എന്റെ ക്ലീറ്റോ ചേട്ടൻ ചെയ്തോളൂ. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ടോസ് ഇടാം. ടോസാ? സമ്മതാണോ? സമ്മതം. നിനക്കൂടെ സമ്മതിച്ചു. ക്ലീറ്റമ്മനെ 1 രൂപ ഇല്ല. 1 രൂപ പോലും എടുക്കാനില്ല അല്ലേ? കയ്യിലില്ല, വേണേ ഗൂഗിൾ പേ ചെയ്ത് തരാം. ടോസ് ഇടാനോ? കാരണം നിന്റെ അടുത്തുണ്ടാ?
അപ്പൊ ടോസ് ഇടാൻ പോവാണ്. ഇത് ഹെഡ്, ഇത് ടൈല്. ഹെഡ് വീണ കനകൻ, ടൈല് വീണ ക്ലീറ്റോ. അത് പറ്റൂല, എനിക്ക് ഹെഡ് വേണം. ടേലും കൂടെ എന്നെ കൊണ്ടെന്ന് പറയോ? വേണ്ട, നീ എടുത്തോ. അപ്പൊ ഹെഡ് ക്ലീറ്റോ, ടൈല് കനകൻ. ടോസ് ഇടാൻ പോവാണേ. അയ്യോ കനകൻ 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 അയ്യോ അങ്ങനെ പെൺപുലി സംഘത്തിന്റെ ഉദ്ഘാടനം കനകൻ നിർവഹിക്കുന്നതാണ്. ഇതെന്തോ ക്ലീറ്റോ ചേട്ടാ കിടന്ന് കരയുന്നത്? ദേ ഏട്ടൻ ഉദ്ഘാടനം ചെയ്യാൻ പോവാ, തിരിഞ്ഞു നിന്ന് അങ്ങോട്ട് കാണ്. എന്നാ പിന്നെ തങ്കം, എന്നാ പിന്നെ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങ്. എടാ വിളക്കെടുത്തിട്ട് വേണം. ഇപ്പൊ കൊണ്ടുവരാം. അവിടെ ആ മേശപ്പുറത്തിരിപ്പുണ്ടേ. എടി എണ്ണ തിരി എവിടെ? എണ്ണയും തിരിയൊക്കെ അവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നീ അനൗൺസ്മെന്റ് ചെയ്തോ. നമ്മൾ കാത്തിരുന്ന ആ അസുലഭ നിമിഷം വന്നു ചേർന്നിരിക്കുകയാണ്. പെൺപുലിയുടെ ഉദ്ഘാടന കർമ്മം ദാ ഇവിടെ നിർവഹിക്കാൻ പോവുകയാണ്. നമ്മുടെ നാടിന്റെ പൊന്നോമനയായ കണ്ണിലുണ്ണിയായ എന്റെ പൊന്നാങ്ങള CPO കനകൻ. നടക്കത്തില്ല. എന്തുപറ്റി? കത്തിക്കാനുള്ള നിലവിളക്ക് പറ വെച്ചിട്ട് കാണുന്നില്ല. കാണുന്നില്ലേ? അച്ചാച്ചൻ അവിടെ എങ്ങാനും പോയി നല്ലപോലെ നോക്കിക്കേ. ഇല്ല. ഇല്ലേ? എന്റെ ഈശ്വരാ. അസ്ഥാനത്ത് തലകറങ്ങി വീഴാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ചേച്ചി. എന്താ ശരിക്കും പറ്റിയത്? എനിക്ക് അറിയത്തില്ല തങ്കം ചേട്ടത്തി. എണ്ണയും തിരി കർപ്പൂരം എല്ലാം അവിടെ ഇരിപ്പുണ്ട്. കത്തിക്കാനുള്ള നിലവിളക്ക് മാത്രമില്ല. എടാ എന്നാലും ആ നിലവിളക്ക് ഇത് ആരെടുത്തോണ്ട് പോയി? എടാ പോലീസുകാരാ, ഇനി നീ എങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. രാഷ്ട്രീയ രാവണങ്ങൾ അവന്റെ കളി. ഏട്ടാ ഇത് എങ്ങോട്ടാ ഈ ഓടുന്നത്? എടി നീ കണ്ടല്ലേ, ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് അവനെ നാണം കിട്ടില്ലേ? നീ ഓർത്തോ, അവനെ എവിടെ വിളക്ക് കൊണ്ടുവയ്ക്കുന്നു അവിടെ വെച്ച് ഞാൻ കത്തിക്കും. എന്റെ ദൈവമേ, ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഇതിപ്പോ നാണക്കേടാവുമല്ലോ. എന്ത് നാണക്കേട്? ഈ അളിയന്മാരുടെ 1000 കഥകൾ കണ്ട ആൾക്കാരായിരിക്കുന്നത്. 1000 അല്ല, ഇനി 10,000 കഥകളായാലും ഈ അളിയന്മാര് ഇങ്ങനെ ആവും.